ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. വേറെ അങ്ങോട്ടുമല്ല, പൊന്മുടിയിലേക്കാണ്. നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമായ പൊന്മുടിയിലേക്കാണ് പോകുന്നത്. ഇവനാണ് എൻ്റെ സാരഥി. RTR 310 ആണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. എനിക്ക് എൻ്റെ കൂടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ വഴിക്ക് ജോയിൻ ചെയ്യും. മിക്കവാറും നെടുമങ്ങാട് വല്ലതുമായിരിക്കും. ഇവിടുന്ന് ഏകദേശം എനിക്ക് 70 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് പൊന്മുടിയിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇപ്പോൾ സമയം 1:20 കേട്ടോ. എൻ്റെ ഒരു ഊഹം വെച്ച് നമ്മളവിടെ ഒരു 3-3:30 എത്തണം. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ നല്ലൊരു കാലാവസ്ഥയാണ്. കാരണം മഴ പെയ്യാനുള്ള പോലെല്ലാം കാണുന്നുണ്ട്, ചാറുന്നുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. മഴ പെയ്താൽ നമ്മുടെ പ്ലാൻ എല്ലാം വഴിയിലാവും. ഇന്ന് കുറേ കല്യാണങ്ങളുള്ള ദിവസമാണ്. അതുകൊണ്ട് റോഡ് മുഴുവൻ തിരക്കാണ്. റോഡ് കിട്ടാനുള്ള ചാൻസ് എല്ലാം കൂടുതലാണ്. പോരാത്തിന് മഴയും ചാറി തുടങ്ങിയിട്ടുണ്ട്. മഴ കൂടുതലാണെങ്കിൽ കുറച്ച് കുറവാകുമെന്നാണ് എൻ്റെ ഒരു നമ്മളിപ്പോൾ പൂജപ്പുര എത്തി. ഞാൻ പെട്രോൾ അടിച്ചായിരുന്നു ഇപ്പോൾ പൂജപ്പുര പമ്പിൽ. അപ്പോൾ ഏകദേശം ഫുൾ ടാങ്കായി. നമുക്ക് പോയിട്ട് വരാനുള്ള പെട്രോൾ ഉണ്ട് എന്തായാലും. അപ്പോൾ ഇനി വേറെ സ്റ്റോപ്പൊന്നുമില്ല. ഇനി നേരെ നെടുമങ്ങാടാണ്. സമയപ്പോൾ 1:40 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു 10-20 മിനിറ്റ് ആയി. ഇപ്പോഴും വട്ടികൾക്കാവ് എത്തിയേ ഉള്ളൂ. ബാക്കിന്ന് ചുമ്മാ ഓണടിക്കുക. അവൻ്റെയൊക്കെ തന്തയുടെ വകയല്ല റോഡ്. ഓരോ മരന്മാർ കാരണമാണ് ബാക്കിയുള്ളതിന് കൂടെ മാടിയുണ്ടാക്കി. വെറുതെ പ്രശ്നമുണ്ടാവും. ബ്ലോക്കാണെന്ന് ആ പൊട്ടൻ്റെ കണ്ണി കുരുവാണോ എന്തോ എന്നെ കാണാതിരിക്കാൻ വേണ്ടി ഓരോ നാറികൾ എൻ്റെ മുടികളെ. നമ്മൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ റോഡ് അടച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു. എനിക്ക് നന്നായി. അപ്പോൾ ഇതുവഴി നമുക്ക് പോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. കരകുളമാണിത്. നമുക്ക് പോയി നോക്കാം. പോവില്ലല്ലേ? ഓ, എനിക്ക് നെടുമങ്ങാട് പോകാം. ഓ ആണല്ലേ, ഇതുവഴിയല്ലേ? ശരി, ഓ. നല്ല ചേട്ടന്മാർ. അപ്പോൾ നമുക്ക് കുറച്ച് ഓഫ് റോഡ് കയറി പോവാം. കാരണം കരകുളത്ത് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ ചെറിയ മണ്ണുണ്ട്, റോഡ് പണി എന്തോ നടക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിലുള്ള റോഡിൽ കൂടെ പോകാനാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. എന്നിട്ട് അവിടെ റോഡ് പണി നടക്കുക കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മുകളിൽ കൂടെയാണ് ഇപ്പോൾ റോഡ് പോയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവിടെ എത്തിയെന്ന് അവർ വിളിച്ചായിരുന്നു. അവർ ആ നെടുമങ്ങാട് പമ്പിൻ്റെ അവിടെ നിൽപ്പുണ്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാനവിടെ എത്തിയ ബാക്കി പോവാം. ഇവിടുന്ന് അങ്ങോട്ടോ? ഈ റൂട്ടാണെന്ന് തോന്നുന്നു. ഇവനിങ്ങനെ ഒരു കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകും. ഇതാണെന്ന് തോന്നുന്നു റൂട്ട്. എന്തായാലും പോയി നോക്കും. അപ്പോൾ ഇതാണ് കെൽട്രോൺ ജംഗ്ഷൻ. നമ്മളവിടെ വന്ന് ചാടിയിരിക്കുകയാണ്. റോഡ് നന്നായപ്പോൾ എന്ത് സുഖമുണ്ടോ. മറ്റേതാണ് ഉള്ള കുണ്ടും കുഴിയും എല്ലാം കയറി, ഇതോ എല്ലാം കൂടെ കയറി കയറും. എന്താ പൊന്നോ.
നമ്മളങ്ങനെ അവസാനം നെടുമങ്ങാട് എത്തി. അങ്ങോട്ടാണ് നെടുമങ്ങാട് ജംഗ്ഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യൻ ഓയിൽ. അപ്പോൾ അവരിത് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഏതൊരു ബജാജിൻ്റെ ഷോറൂമിൻ്റെ ഒപ്പിട്ടാണ് പറഞ്ഞത്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം. നമുക്ക് അവരെ ഒന്ന് വിളിക്കാം. സോ ഗൈസ്, അവർ വഴി തെറ്റി വേറെ എവിടെ നിൽക്കുകയായിരുന്നു. നമുക്ക് തൽക്കാലം വെയിറ്റ് ചെയ്യാം അവർ വരുന്നവരെ. സമയം ഇപ്പോൾ 2:10. നമുക്ക് 4 മണിക്ക് മുമ്പെങ്കിലും അവിടെ എത്താൻ നോക്കണം. അല്ലെങ്കിൽ പിന്നെ അവിടെ കയറ്റി വിടുന്ന സീനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടത്. അതാ വരുന്നു ലൈറ്റൊക്കെ കത്തിച്ച്. ഇതാണ് എൻ്റെ 2 ഫ്രണ്ട്സ്. നിങ്ങളെവിടെയാ പോയിരുന്നേ? എനിക്കപ്പോഴാ തോന്നി വിജയപുരം കുപ്പി വാങ്ങിക്കാൻ പോയത്. വിട്ടോ? സോ ഗൈസ്, പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഒരാൾ ദർശൻ, വണ്ടി ഓടിക്കുന്ന ആൾ ദർശൻ, പുറകിരിക്കുന്ന ആളുടെ പേര് വിശാഖ്. വാ. അത് റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറി ആണെന്ന് തോന്നുന്നു. കയറോ? അപ്പോൾ ആയോ, നമുക്ക് നൈസായിട്ട് ചായ കുടിക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. ചായ പുള്ളിക്കാരൻ്റെ ഫുഡും കഴിക്കും. നടക്കാറില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് കാണാം. ATM കയറാൻ കഴിയും, കാരണം പൈസ ഇല്ല. പൈസ എടുത്തിട്ട് പോവാം. ഗൈസ്, നമ്മൾ പൈസ എടുത്തു. നമുക്കിനി നേരെ പോവാം. ഇപ്പോൾ നമ്മൾ വിതര എത്തി. വിതരയിൽ നിന്നാണ് നമ്മൾ പൈസ എടുത്തത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. പൊന്മുടിക്ക് ഇനി 23 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. സമയം ഇപ്പോൾ 3:10. നമ്മളൊരു 3:30 അടുപ്പിച്ച് അവിടെ എത്തുമെന്ന് തോന്നുന്നു. ഗൈസ്, മലയാള ശക്തി കൂടിക്കൂടി വരെയാണ്. കയറി നിൽക്കേണ്ടി വരരുതേന്നേ ഉള്ളൂ. ചെറിയ മഴയേ ഉള്ളൂ. എന്നാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. കാരണം കയറി നിന്നാൽ പിന്നെ അവിടെ എത്താൻ ലേറ്റ് ആവും. ഇപ്പോഴേ 3:30 റൈഡേഴ്സ് 7 എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ് അവിടെ കാണുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കയറി പോവാം. ബൈക്ക് വരുന്നുണ്ടുള്ള ആകെയുള്ള ഗുണം ഇതാ, ക്യൂ നിൽക്കണ്ട, പെട്ടെന്ന് കയറി പോവാം. അപ്പോൾ നമുക്കിവിടുന്ന് ടിക്കറ്റ് എടുക്കാം. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 3 പേർക്കും 2 ബൈക്കിനും കൂടെ 160 രൂപയാണ് അടിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്കിനി പയ്യെ മുകളിലോട്ട് പോവാം. വലിയ തിരക്കാവുന്നതിന് മുമ്പ് ചെന്ന് കയറിയാലേ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുള്ളൂ. അതാ പോയേക്കാം. ഗായ്സ്, മഴ കൂടുകയാണ് ഗായ്സ്. അയ്യോ,
അതിലാണെങ്കിൽ റെയിൻകോട്ടും ഇല്ല, ഒന്നുമില്ല. ഫുള്ള് നനഞ്ഞ് മോളിപ്പോൾ നിൽക്കേണ്ട അവസ്ഥയാണ്. പിന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ജാക്കറ്റൊക്കെ കാണാം. മഴ കൂടുകയാണെങ്കിൽ നമുക്ക് അവിടെ കയറി നിൽക്കാം, അല്ലെങ്കിൽ നനഞ്ഞ് പോവാം എന്നുള്ള ഇതേ ഉള്ളൂ. ആ മഴ കൂടുകയാണെന്ന് തോന്നുന്നു. അയ്യോ, നമ്മളങ്ങനെ മന്ദം ഹെയർ പിന്നുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴ തീർന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ മഴ. മുകളിലോട്ട് കയറുന്നതിന് മഴയില്ല, മഴ കുറഞ്ഞില്ല, തീർന്നു. ചെവി അടയുന്നുണ്ട് കേട്ടോ. ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ വരുന്നവർ മാക്സിമം പയ്യെ പോകാൻ നോക്കുക. ഇവിടെ വന്ന് ദേശം കെട്ടെടുക്കാതെ പയ്യെ പോവുക, അല്ലെങ്കിൽ അതുപോലെ അടയായിട്ടിരിക്കും. ഇതൊരു ചെറിയൊരു വ്യൂ പോയിന്റാണ്. പക്ഷെ ദൂരെ ഒന്നും കാണാൻ പറ്റത്തില്ല, നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞൊന്നും നോക്കാം. തൽക്കാലം നമുക്ക് ഇവിടെ നിൽക്കാം. അവരും കൂടെ വന്നിട്ട് മുമ്പോട്ട് പോവാം. അങ്ങനെ കുറെ നേരങ്ങൾക്ക് ശേഷം അവർ തിരിച്ചെത്തിയിരിക്കാൻ പോവാം. അപ്പോൾ അവരെത്തി. നമുക്ക് പയ്യെ മുകളിലോട്ട് തന്നെ പോവാം. മഴ ചാറുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പ് നമുക്ക് മുകളിൽ കയറാമെന്ന് നോക്കാം. എല്ലായിടത്തും പിരിവും കാര്യങ്ങളൊക്കെയാണ്. പിരിവ് കൊടുക്കാൻ എൻ്റെ പൈസ ഇല്ല, അതൊന്നാമത്തെ കാര്യം. അവരെ രണ്ടുപേരും തൂക്കിയോ? ഇല്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ പയ്യന്മാരാണെന്ന് തോന്നുന്നു ക്രിക്കറ്റ് കളിക്കുന്നത്. കുറച്ചു പേരേ ഉള്ളൂ. കുറെ പശുക്കളൊക്കെ ഉണ്ട്. അത് കാണുന്നുണ്ടോ ഗായ്സ്? നമുക്ക് ഇതുവഴി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്കത് അവരും കൂടെ വരട്ടെ, ചോദിച്ചു നോക്കാം. ഇത്തിരി ഓഫ് റോഡുള്ള റോഡാണ്, എന്നാലും വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. അത് കോടിങ്ങാണല്ലോ പറയാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കഴിച്ചു. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോവാം. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരും. ഒരു ചെറിയൊരു മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരു ഫീൽ. എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കത് കാണാം, ആ ഭാഗത്ത് മഴയുണ്ട്.
പിന്നെ സ്ഥിരം ഫോട്ടോ ഷൂട്ടാണ് ഇതാ ഈ മരം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരും പോയിട്ട് ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. ആ മഴയും ചാറി തുടങ്ങി. ഇതാണ് ആ മരം. പ്രകൃതി വിരുദ്ധർ. കുഴപ്പമില്ല, കുത്തി കയറത്തില്ലെന്ന് തോന്നുന്നു. താഴെ കാണുന്നത് എസ്റ്റേറ്റുകളൊക്കെയാണ്. എന്തോ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടുള്ള റോഡാണ് ഈ കാണുന്ന റോഡ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ മുകളിലോട്ട് പോവാം. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നന്നായിട്ട് അറിയുന്നുണ്ട്. അയ്യോ, ഈ ജാക്കറ്റും കൂടി ഇല്ലായിരുന്നെങ്കിൽ തണുത്ത് വിറച്ച് പോകാമായിരുന്നു. ബ്രോ, ആ ടിക്കറ്റ് കാണിച്ചോ? ടിക്കറ്റ് നേരത്തെ എടുത്തില്ല? ആ ടിക്കറ്റ് കാണിച്ചാൽ ഞാൻ നിങ്ങളല്ലേ തന്നെ? ആ, നേരത്തെ നമുക്ക് ഇവിടെ നിന്നായിരുന്നു ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത്. പണ്ട് താഴെ ചെക്കിങ്ങും ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയായിരുന്നു. ഇപ്പോൾ രണ്ടും ഒരു സ്ഥലത്ത് തന്നെ ആക്കിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ഇവിടെ ടിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പൊന്മുടി എത്തി. ഞായറാഴ്ചയായിട്ട് ഇത്രയും തിരക്ക്, അല്ലെങ്കിൽ വലിയ തിരക്കൊന്നും കാണത്തില്ല. കാണുന്ന മലയിലോട്ട് വേണം നമുക്ക് പോകാം. കൃത്യമായുള്ള സൈഡിൽ വന്നപ്പോ റെയിൻബോ ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞാൽ ഇത് റെയിൻബോ അപ്പോൾ നമ്മളിത് ആ കാണുന്ന റൂട്ടിൽ കൂടെയാണ് കയറാറ്. എവിടെ വെള്ളം നിൽക്കാം, കുഴപ്പമാണ്. ചില സമയത്ത് മറ്റേ അവർ വന്ന് സീനാക്കും പോലീസുകാർ. മഴയാണെങ്കിൽ അതിനകത്ത് കയറുന്നാൽ മതി. ഗൈസ്, അപ്പോൾ നമ്മൾ ആ മലയുടെ മുകളിലോട്ട് പോവാണ്. നമ്മൾ
ഈ ഇവിടുന്നുള്ള ഓഫ് റോഡാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ എത്തുമെന്ന് അറിയത്തില്ല, നോക്കാം നമുക്ക്. നമുക്ക് വഴിതെറ്റി നമ്മൾ റോങ് ടേൺ അടിച്ച് പോണ മറ്റേ സാധനം ചിരിച്ചോണ്ടിരിക്കുവാണ്. ഒരു നമ്മളങ്ങനെ ഇറക്കം ഇറങ്ങിയത് ആ കയറ്റം കയറാൻ പോയി. മുകളിൽ നിന്നൊരു പാറ ഉരുണ്ട് വന്നെത്തി. അപ്പോൾ ഗൈസ് നമ്മൾ ആ സൈഡിൽ നിന്നാണ് ഈ വഴിയെല്ലാം കയറി ഇവിടം വരെ എത്തിയത്. ഇനിയുണ്ട് മേലോട്ട്, ഇനിയുണ്ട് കയറാൻ. ഓരോരുത്തരും കയറി പോകുന്നുണ്ട്. നല്ല കാറ്റുകളുണ്ട്, കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളിങ്ങനെ ടോപ്പ് എത്താറായി. കാറ്റാണ് കാഴ്ച ഇവിടെ. അങ്ങനെ മുകളിലെത്തി കാറ്റാണ്. ശബ്ദമൊക്കെ പറന്നു പോയിരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതാണ് ടവർ. ദൂരെ നിന്ന് കണ്ടില്ലേ ആ ടവർ? ഇതാണ്. അവിടെ ക്യാമറ പേടിയുള്ള വിശ്വാപ്രവത ഇറങ്ങുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആ ടവർ. ഒടുക്കത്തെ കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമുക്ക് താഴോട്ടിറങ്ങാം. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന കുന്നിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ടിറങ്ങിയത്. അപ്പൊ നമ്മളിവിടെ അവിടെ ചായ കുടിക്കാൻ വേണ്ടി താഴോട്ട് പോവാണ്. ചായ മറ്റേ ശ്രീനിവാസൻ ചെന്നിട്ട് പട്ടി. അവിടെ നമുക്ക് ചായ കിട്ടില്ല. അവിടെ കസനും കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് താഴെ പോയിട്ട് ചായയോ കടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. മഴയ്ക്ക് കുറവൊന്നുമില്ല, നല്ല തണുപ്പുമുണ്ട്. നമുക്ക് വണ്ടി വെച്ച സ്ഥലത്തോട്ട് നമ്മൾ പോകാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ തിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് നനഞ്ഞ് കുതിർന്ന്. പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് നമുക്ക് ചായ കുടിക്കണം. കാരണം തണുത്തിട്ട് വയ്യ. അപ്പോൾ ഞങ്ങളൊക്കെ കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കെങ്കിൽ നേരെ പോവാം. താഴെ എത്തിയിട്ട് പോവാം. ചേച്ചി 3 ചായ.
ഇതിനെ ഇരുത്താം. ഇതിനെ ഇരുത്താം ആദ്യം. നമ്മുടെ ബാഗിനെ കൂടെ ഇരുത്തിയാൽ ഞാൻ തിരുവനന്തപുരത്ത് കറിയാൻ പോകും. നൂഡിൽസ് നല്ല ലാഭമാണ്. നമ്മൾ ബ്രെഡ് ഓംലെറ്റും മുളക് ബജിയും കഴിക്കുകയാണ്. നമ്മൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതായിരുന്നു ചായക്കടി. എവറസ്റ്റ് തട്ടുകട എന്നായിരുന്നു കടയുടെ പേര്. അപ്പോൾ ഗായ്സ് നമ്മളിവിടുന്ന് ഇറങ്ങി നമുക്ക് പയ്യെ താഴോട്ട് പോകാം. നല്ല തണുപ്പുണ്ട്. നനഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ട്. അയ്യോ, കോട കയറി തുടങ്ങി ഗായ്സ്. കോട കണ്ടില്ലെന്ന് വേണ്ട, ഇനി കോട കണ്ടു. ഓ കോട കോട, അയ്യോ പൊന്നോ, തണുത്തിട്ടിരിക്കാൻ വയ്യ, അത്രയ്ക്ക് തണുപ്പ്. ഓരോരുത്തരും ബനിയനൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഉള്ളവരാണെന്ന് തോന്നുന്നു. നമുക്ക് തണുപ്പൊന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു. ഇതിലായിട്ടാണ്. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മൾ ഹെയർ പിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താറായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തും. മഴ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മഴയില്ല, തണുപ്പും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ താഴോട്ട് ഇറങ്ങിയോണ്ടേ അത്ര തണുപ്പില്ല. ആ നനഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. കാറ്റടിക്കുമ്പോഴുള്ള ഒരു തണുപ്പേ ഉള്ളൂ. നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. അവരും എത്തി. നമുക്കിനി പയ്യെ എവിടെയും തിരിക്കാം. വായോ. അപ്പം നമ്മളിപ്പോൾ കഴക്കൂട്ട് എത്തി. കഴക്കൂട്ടം വഴിയാണ് വന്നത്. സമയം ഇപ്പോൾ 8:10. നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് പിരിയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തട്ടുകട കയറണം. നല്ലൊരു തട്ടുകട നോക്കിയിട്ട് അവിടേക്ക് ഒരു ഫുഡ് കഴിച്ച് നമ്മൾ പിരിയും. സോ ഗായ്സ്, നമുക്ക് അവിടെ നിന്ന് കൊത്തു പൊറോട്ട കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. നിങ്ങളിനി ഇവിടെ നേരെയല്ലേ? ഓ, ആദ്യം ഇട്ടിട്ടുണ്ട്. 36 കിലോമീറ്റർ എനിക്ക് വീട്ടിലോട്ട്. വ്യാഴാഴ്ചയാണോ? നിങ്ങൾ ഫേമസ് ആക്കരുത് കേട്ടോ. പോട്ടാ. അങ്ങനെ വിശാഖപുരയുടെ വഴിക്ക് വിട്ടു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇനി ഏകദേശം 36 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:20. നമ്മളിപ്പോൾ വീടെത്തി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട്.
അടുത്തൊരു ട്രാവൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.